നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നോ കമന്റ്സ്, നോ കമന്റ്സ്. ഇപ്പോൾ അല്പസമയം മുൻപ് മേയർ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മേയർ സ്ഥാനത്തേക്ക് പേര് ഏറ്റവും കൂടുതലും അവസാന നിമിഷം വരെ പേര് കേട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആർ ശ്രീലേഖ IPSൻ്റെത്. ആർ ശ്രീലേഖയുടെ അഭിപ്രായം ചോദിച്ചപ്പോഴാണ്, എങ്ങനെ നോക്കി കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചപ്പോഴാണ് നോ കമന്റ്സ് അപ്പോൺ ദാറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇത് മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്. അതായത് BJPക്ക് അകത്ത് തന്നെ രണ്ട് തട്ടിലാണ് സ്ഥാനാർത്ഥികൾ, രണ്ട് തട്ടിലാണ് ഈ പ്രവർത്തകർ എന്ന് പറയാൻ വേണ്ടി ഉള്ള ഈ നമ്മുടെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് നടക്കുന്നതിന്റെ ആദ്യത്തെ ഉദാഹരണമാണിത്. മാത്രമല്ല, അപ്പോൾ ആ ഒരു കമന്റ് പറഞ്ഞതിന് ശേഷം തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മേയറിന്റെ പേരൊക്കെ തന്നെ എടുത്തു കേട്ടപ്പോൾ, VV രാജേഷിന്റെ പേര് അത് പറഞ്ഞപ്പോൾ തന്നെ അത് കൈ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഈ ശ്രീലേഖയുടെ മുഖത്ത് വിഷമമാണോ ദുഃഖമാണോ എന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷമല്ലാത്തൊരു മുഖഭാവമാണ് ആർ ശ്രീലേഖ ഉണ്ടായത്. അപ്പോൾ ശ്രീലേഖയ്ക്ക് വല്ലാത്തൊരു ദുഃഖമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതല്ലേ എന്നതായിരുന്നു ചോദ്യം. അപ്പോഴാണ് റിപ്പോർട്ടർ തന്നെ മറുപടി നൽകുന്നത്, അതെ അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടതുള്ളൂ. കാരണം ഇപ്പോൾ ഈ മൈക്കിന്റെ മുന്നിൽ നടത്തിയ നോ കമന്റ്സ് ഉള്ള അഭിപ്രായം ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ശ്രീലേഖ മേയർ ആകാൻ കഴിയാത്തതിന്റെ ഒരു എല്ലാ വേദനയും വിഷമവും ഒക്കെയാണ് അവിടെ പ്രകടമായതെന്ന് വ്യക്തമാകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും BJPക്ക് അകത്ത് ഇവർ രണ്ട് തട്ടിലാണ് എന്നുള്ളതിനെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. വളരെ പാടുപെടുകയാണ് മാധ്യമങ്ങൾ അത് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ശ്രീലേഖ IPS മുൻ IPS കൂടിയ ശ്രീലേഖ അങ്ങനത്തെ നോ കമന്റ്സ് പറയേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി വരുന്നുണ്ട്. ആശംസകൾ, BJP തന്നെ ഭരിക്കും എന്നുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നന്നാകുമായിരുന്നു. ഇത്തരമുള്ള ചർച്ചകൾ ഈ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുകൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നടന്നതിന് ശേഷം, വിജയികളെ പ്രഖ്യാപിച്ചതിന് ശേഷം മേയർ ആരാണ് എന്ന് ഉറ്റുനോക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ. VV രാജേഷ് വളരെ പ്രധാനപ്പെട്ട അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് VV രാജേഷ്. കാരണം പൊടുന്നനെ വന്ന ഒരു വ്യക്തിയല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആര്യ രാജേന്ദ്രനെ നോക്കാം. പൊടുന്നനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മുളച്ചു പൊന്തിയതുപോലെയാണ് നമുക്കെല്ലാവർക്കും, സാധാരണക്കാർക്കെല്ലാവർക്കും അറിയാവുന്നത്. അവർ ഈ പറയുന്ന പോലെ SFIയിൽ നിന്നും വന്നവരാണെന്ന് പറയുന്നു. പക്ഷേ മുടവൻമുകൾ നിന്നാണ് അവർ വന്നത്. പക്ഷെ മുടവൻമുകൾ ആൾക്കാർക്ക് പോലും അവരെ വേണ്ട പരിചയം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മേയറായിട്ട് ചുമതല ഏൽക്കുന്നത്. പിന്നീട് മേയറായി ചുമതലയേറ്റതിന് ശേഷം അവരുടെ ഭരണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആർ ശ്രീലേഖ ഇപ്പോഴാണ് പാർട്ടിയിലേക്ക് വരുന്നത്. തീർച്ചയായും വ്യക്തമായി പഠിക്കട്ടെ, അതിനുശേഷം ആകട്ടെ ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകാമല്ലോ എന്ന് RSSും പറയുന്നത്. പക്ഷെ VV രാജേഷ് അങ്ങനെയല്ല, ജനങ്ങൾക്കിടയിൽ കിടന്ന് വളർന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഉള്ള നഗരസഭയിലുള്ള കോൺഗ്രസിനെയും ഒപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന LDFന്റെയും ഒക്കെ തന്നെ ഭരണം എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് VV രാജേഷ്. അതുകൊണ്ട് തന്നെ VV രാജേഷ് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മേയർ സ്ഥാനത്തേക്ക് അദ്ദേഹം അനുയോജ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കാരണം ഭാവിയിൽ ഒരു MLA ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം. എന്തായാലും വരട്ടെ, നമുക്ക് കണ്ടറിയാം. കാരണം ഓരോ ഭരണവും മാറി മാറി വന്നാൽ മാത്രമല്ല ഇവരൊക്കെ എങ്ങനെയാണ് ഭരിക്കുന്നത്, അതോ ഇവർ വായ്ത്താളം മാത്രമുള്ളവരാണോ, അതോ ഭരണം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ജനങ്ങൾക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങൾ ഒരു അവസരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഈ കോർപ്പറേഷൻ നിങ്ങൾ എങ്ങനെ ഭരിക്കുമെന്ന് മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മികച്ചൊരു ഭരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തല പിടിച്ചു തുടങ്ങാനാണല്ലോ മോദിയുടെയും അമിത്ഷായുടെയും ഒരു നിർദ്ദേശം. അങ്ങനെ തലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മറ്റ് ജില്ലക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടാകും. എങ്കിൽ മാത്രമേ ഇവർ തുടർച്ചയായുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ജില്ലകളിലേക്കും ഒരു ഭരണം, ഒരു ഓപ്പണിംഗ് ഇവർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തിരുവനന്തപുരത്തെ മികച്ച നേട്ടം കൊയ്യാൻ, അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെയാണ് ഒരു നീക്കമെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ഏതായാലും ശ്രീലേഖയും രാജേഷും രണ്ട് തട്ടിലല്ല എന്ന് രാജേഷ് അല്പസമയം മുൻപ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കുത്തിത്തിരിപ്പുകൾക്ക് തൽക്കാലം ഇവിടെ സ്ഥലമില്ല, സ്പേസ് ഇല്ല എന്നാണ് BJP പറയുന്നത്.